ഹരി ഓം, നമസ്തേ. ഇന്ന് ഇവിടെ അടുത്ത കുട്ടിക്കാട്ടിൽ വരെ പോവാണ്. അവിടെ സരസ്വതി വിദ്യാനികേതൻ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഇന്ന് സംഗീതദിനവും യോഗദിനവും ഒക്കെ ആണല്ലോ. അപ്പം കുരുന്നുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്കിത, നമുക്ക് പോവാം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനവും അന്താരാഷ്ട്ര സംഗീത ദിനവും കൂടിയാണ്. അത് ആഘോഷിക്കാനാണ് നമ്മൾ ഞായറാഴ്ചയായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഇതേപ്പറ്റി കൂടുതലൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമുക്കിന്നൊരു വിശിഷ്ടാതിഥി ഉണ്ട്, ശ്രീ തേജസ് സാർ. അദ്ദേഹം ഒരു സംവിധായകനും കലാകാരനും കൂടാതെ മജീഷ്യൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പ്രസന്നകുമാർ സാർ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം CWRDM-ലെ ഫോർമർ ഓഫീസറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ HM പ്രേംകുമാർ സാർ, നമ്മുടെ വിദ്യാലയ സമിതി പ്രസിഡന്റ് ശ്രീ രാജപ്പേട്ടൻ, നമ്മുടെ സെക്രട്ടറി ശിവദാസേട്ടൻ, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി രവിയേട്ടൻ, നമ്മുടെ സംഗീത അധ്യാപിക നിർമ്മല ടീച്ചർ, നമ്മുടെ യോഗാചാര്യൻ നാഗരാജ മാഷ്, അദ്ദേഹത്തെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതിലെ മുഖ്യ വിഷയങ്ങളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് യോഗയും സംഗീതവും. തീർച്ചയായും ഏറെ പ്രാധാന്യം ഈ രണ്ട് വിഷയങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നമ്മുടെ പാഠ്യപദ്ധതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മറ്റൊരു ദിവസമല്ല, ഈ ദിവസം തന്നെ നമ്മൾ ആഘോഷിക്കേണ്ടതിൻ്റെ ഒരു കടമ നമുക്കുണ്ട്. ആയതിനാൽ രാവിലെ തന്നെ നമ്മൾ ഇവിടെ ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമുക്ക്
ചുരുങ്ങിയ സമയമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ആദരണീയനായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ തേജസ് പെരുമണ്ണവர்களെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ എൻ്റെ പ്രിയ സുഹൃത്തും ഗുരുതുല്യനുമായ ശ്രീ രാജപേട്ടനാണ് ഈ പരിപാടിയിൽ ക്ഷണിച്ചത്. അദ്ദേഹം ദീർഘകാലത്തെ ബന്ധമാണ് എനിക്കുള്ളത്. മാത്രമല്ല ഇവിടെയുള്ള പല വിശിഷ്ട വ്യക്തികളെയും എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അതൊന്നുമല്ല എന്നെ ആകർഷിച്ചത്, നിങ്ങളിങ്ങനെ അച്ചടക്കത്തിൽ ഇരുന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വന്നപ്പം തന്നെ ദീപം ആരതി ഒഴിഞ്ഞ് എല്ലാം കൂടെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. ഈ എന്നെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഇന്ന ആളാണെന്നൊക്കെ. അതൊന്നുമല്ല, ഞാനൊരു അധ്യാപകനാണ്. 2 വർഷമായിട്ട് റിട്ടയർ ചെയ്ത 30 കൊല്ലം ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കുട്ടികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് കുട്ടികളുടെ എന്ത് പരിപാടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും വരും. കുട്ടികളുടെ പിറകെ തന്നെ ഒരു ഫ്രണ്ടായി നടക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ ആ കുട്ടി പഠിച്ചു പോവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതല്ല, ഇത് കുട്ടിയോട് പഠിക്കാൻ പറയും, അമ്മ വാട്സപ്പിൽ നോക്കും, അപ്പൊ പിന്നെ നടക്കില്ല. കുട്ടി എവിടെയാ പോകുന്നത്? ലോകത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഒരാൾ എൻ്റെ കുട്ടി ആയിരിക്കും എന്നുള്ള ധാരണ എല്ലാ പേരൻസിനും വേണം. നമ്മൾ വീട്ടിൽ ഒരു അമ്മയോട് അച്ഛനോട് പറയും നിങ്ങളെ കുട്ടി ചെറിയ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കുട്ടി അത് ചെയ്യുകയില്ല. ലോകത്ത് എന്ത് സംബന്ധിച്ച് എൻ്റെ കുട്ടി ചെയ്യില്ല. ആ കുട്ടിയേക്ക് ഏറ്റവും മുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ചെന്നില്ല. അതിൻ്റെ കാരണം അടിത്തറയില്ലായ്മ. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ നിങ്ങൾ ഓംകാരം ജപിച്ചു അല്ലേ? ഒരാൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 21 തവണ ഓംകാരം ജപിച്ചാൽ മതി. എങ്ങനെയാണ് ഇങ്ങനെ ഈ കുട്ടികളെ നിങ്ങൾ വളർത്തിയെടുക്കുന്നത്? അപ്പൊ ടീച്ചർ ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു. ഒന്ന്, ചില കുട്ടികൾ ഭയങ്കര മണ്ടന്മാരാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇട്ടാൽ അവർ 2 മാർക്ക് എഴുതി. എന്നാൽ ചില കുട്ടികൾ 100 മാർക്കിൽ ഒരു 50 മാർക്ക് വാങ്ങും, ഏവറേജ്. എന്നാൽ ചില കുട്ടികൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 100 വാങ്ങും. ഒരു കുട്ടി മണ്ട ശിരോമണി 2 മാർക്ക്, ഒരു കുട്ടി 50 മാർക്ക് ഏവറേജ്, ഒരു കുട്ടി 100 മാർക്ക്. ഇപ്പം എങ്ങനെയുള്ള കുട്ടികളാണുള്ളത്? 3 മണ്ടന്മാർ, ഏവറേജ്, ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടി. അപ്പം എങ്ങനെയാണ് ടീച്ചർ അതിനെ ട്രെയിൻ ചെയ്തതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ടീച്ചർ ഈ മണ്ടനെ പിടിച്ച് വേറൊരു ടീച്ചറെ ഏൽപ്പിച്ച് ട്യൂഷൻ കൊടുത്തു. മനസ്സിലായില്ലേ? ആ ടീച്ചർ ഈ കുട്ടിയെ ശരിയാക്കി എടുത്തോളണം, ട്യൂഷൻ കൊടുത്തു. ഏവറേജിനോട് പറഞ്ഞു നീ നന്നായി വായിക്കണം, ഇല്ലെങ്കിൽ ആ ടീച്ചർ നിന്റെ വലിപ്പെടുക്കുന്നു. അപ്പോൾ പഠിക്കാൻ തുടങ്ങി. ഏറ്റവും നന്നായി വായിക്കുന്ന കുട്ടിയോട് എന്താ പറഞ്ഞത്? നീ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്വാർട്ടർലി കഴിഞ്ഞ് ഹാഫ് ഇയർലി കഴിഞ്ഞ് ഫൈനൽ എക്സാമിന് കുട്ടി 100 മാർക്ക്, ഏവറേജ് കുട്ടി 100 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് ഇടുന്ന കുട്ടി 100 മാർക്ക്. അപ്പൊ ടീച്ചർക്ക് അഭിനന്ദിക്കണം. അതാണ് ടീച്ചറുടെ ട്രീറ്റ്മെന്റ്. സംഗീതത്തെക്കുറിച്ച് നിങ്ങളോട് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നതിനായിട്ട് നമ്മുടെ ബേസിക് ടീച്ചറായ ശ്രീമതി നിർമ്മല ടീച്ചറെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ ഈ സ്കൂളിൽ എത്തിയത് ഒരു നിയോഗം പോലെയാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. സാറിൻ്റെ ഒരു നല്ല പ്രഭാഷണം കേട്ടിട്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. ഒരു കാര്യം മാത്രം ഞാൻ പറയാം സംഗീതത്തിനെ കുറിച്ച്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം സംഗീതം. സംഗീതാൽ പലതരം നിധി. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. കോടി പ്രാവശ്യം ജപിക്കണം. നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. ത്യാഗരാജസ്വാമിയൊക്കെ എപ്പോഴും രാമ 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 ജപിക്കും. കോടി പ്രാവശ്യം ജപിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് പറഞ്ഞേ? ജപകോടി ഗുണം ധ്യാനം. പക്ഷെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല ധ്യാനത്തിൽ നെട്ടേയിരിക്കുന്നതാണ് അല്ലേ? ഓങ്കാരം എടുത്തില്ലേ? അപ്പൊ നല്ല നിശബ്ദമായിട്ട് നിങ്ങൾക്ക് നല്ല ധ്യാനം അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ പാടേണ്ടതെന്നൊന്ന് കേൾക്കാം. കോടി കോടി കണ്ഠ കളകള നിനാദ കരാളെ, കോടി കോടി ഭുജേ ഹൃദഘര കരവാളെ, അബലാക്കണുമാം യത് ബലേ ബഹുബലധാരിണീം നമാമി താരിണീം രിപുതളവാരിണീം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദയ തുമി മർമ്മ, तुम ही प्राणा शरीरे बहुते तुमि मां शक्ति, हृदये तुमि मां भक्ति. तुम्हारे प्रतिमा गढ़ी मंदिरे मंदिरे, मातरं वंदे मातरं. तुम ही दुर्गा दश प्रहरण धारिणी, कमला कमलदल विहारिणी, वाणी विद्या दायिनी. नमामि त्वां नमामि कमलां अमलां अतुलां, सुजलां सुफलां मातरं वन्दे मातरं. श्यामलां सरलां सुस्मितां भूषितां, धरणीं भरणीं मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं. ഇപ്പൊ നമ്മൾ പാടാൻ പോകുന്ന പാട്ട് നിങ്ങളെ പോലെ ചെറിയ കുട്ടികൾ ആയിരുന്നപ്പം എന്നെ എൻ്റെ സംഗീതത്തിലെ മാഷ് പഠിപ്പിച്ചതാണ് സ്കൂളിൽ നിന്ന്.
റെഡി? ഏതായിരുന്നു പാട്ട്? നവനവ ജീവിത ചൈതന്യം നാം വിട്ട നഗരങ്ങൾ ഗ്രാമങ്ങൾ കാണൂ. നവനവ ജീവിത ചൈതന്യം നാം വിട്ട നഗരങ്ങൾ ഗ്രാമങ്ങൾ കാണൂ. നദിയിലെ ചിറകള നാടിൻ്റെ നാടിയിൽ പുതുരക്തമോടി തുടങ്ങി. പുതുരക്തമോടി തുടങ്ങി. ജീവിത ചൈതന്യം നാം വിട്ട നഗരങ്ങൾ ഗ്രാമങ്ങൾ കാണൂ. നദിയിലെ ചിറകള നാടിൻ്റെ നാടിയിൽ പുതുരക്തമോടി തുടങ്ങി. പുതുരക്തമോടി തുടങ്ങി. നയമോടു വാണിജ്യ ബന്ധങ്ങൾ സമ്പത്തിൽ നയനങ്ങളെങ്ങും തുറന്നു. നയനങ്ങളെങ്ങും തുറന്നു. നനമോടു നമ്മോടെ കൊടിവെച്ച നൗകകൾ അലയാഴി തോറും കടന്നു. അലയാഴി തോറും കടന്നു. നവനവ ജീവിത ചൈതന്യം നാം വിട്ട നഗരങ്ങൾ ഗ്രാമങ്ങൾ കാണൂ. ഇതിൽ തന്നെ ഇത് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു, സന്തോഷം. ഇനി ആശംസകൾ ഒക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചടങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ആയിരിക്കും യോഗയുടെ പ്രദർശനം ഉണ്ടാവുക. ഈ ചടങ്ങ് അവസാനിച്ചതിന് ശേഷമായിരിക്കും യോഗ പ്രദർശനം ഉണ്ടാവുക. അതിന് മുമ്പ് ആശംസകൾ അർപ്പിക്കുകയാണ്. അതിലേക്കായിട്ട് നമ്മുടെ സമിതി വിദ്യാലയ പ്രസിഡന്റ് ശ്രീ രാഘവേട്ടൻ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എൻ്റെ പ്രിയ സ്നേഹിതൻ 2-3 പതിറ്റാണ്ടോളമായിട്ട് ഞങ്ങൾ തമ്മിലറിയാം. അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടി എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, 2 ദിവസം വിളിച്ചൊരു രോഗിയും പറയും, വിശേഷങ്ങളൊക്കെ ചോദിക്കും, പേരുടെ സിനിമ എടുത്തതൊക്കെ ചോദിക്കും, മക്കളെ ചോദിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആ അധികാരം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് എന്താ പറയുക വിശേഷമൊക്കെ പറയേണ്ടി അങ്ങനെ പറയാം, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറയും. വരികയും ചെയ്യും. അദ്ദേഹം വളരെ നന്ദി. ഏതായാലും ഈ ചടങ്ങ് നമ്മൾ ഞായറാഴ്ച വെച്ചതാണ്. ഞായറാഴ്ച വരുന്ന ദിവസമായിട്ടുണ്ടായിരുന്ന ചടങ്ങ് ഇന്ന് തന്നെ വെച്ചത്. ഇത് യോഗാ ദിനവും സംഗീത ദിനവുമാണ്. അപ്പോൾ ഈ ചടങ്ങിന് ഒപ്പം നമ്മൾ പേരൻസ് മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചടങ്ങുകൾ പെട്ടെന്ന് അവസാനിപ്പിച്ചത് നമ്മൾ പേരൻസ് മീറ്റിംഗ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസംഗമൊന്നും നിൽക്കുന്നില്ല. രക്ഷാകർത്താക്കളോട് പറയാനുള്ള വാക്കുകൾ ആ സമയത്ത് നിന്ന് പറയാം. ഇപ്പോൾ ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞൊരു കവിയെ കേട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിൻ്റെ കൃഷ്ണ മുഖകാരനാഥ അദ്ദേഹം പാടിയിട്ടുണ്ട്, ഈ ഭാരത ഭൂമിയിൽ ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, വലിയ കാര്യമാണ്, ശരിയായ കാര്യം കേട്ടോ. എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതകാലത്തൊന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിവരങ്ങളല്ല ഈ നമ്മുടെ വിജ്ഞാനം കേട്ടോ. അതുകൊണ്ട് എനിക്കൊക്കെ ഒരു 10-30 വർഷമായിരുന്നു എന്തെങ്കിലും തുടങ്ങിയിട്ട്. അത് ചെറുപ്പത്തിലൊന്നും ഒരു കാര്യവും സൗകര്യവും ഒന്നും പറഞ്ഞു തരാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതേപോലെ വലിയ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ഭാഗ്യമാണ്. ഭാരതത്തിൻ്റെ വിജ്ഞാനം, ലോകത്തിലെ ഏറ്റവും വിജ്ഞാനമുള്ള കാര്യങ്ങൾ ഭാരതത്തിലുണ്ട്. അറിയാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം പറ്റില്ല. അതുകൊണ്ട് പറ്റാവുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഒറ്റ ഉപദേശമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഋഷീശ്വരന്മാരെയും അതുപോലെ തന്നെ സംസ്കൃത
സംസ്കൃത ഭാഷയെയുമാണ്. ഇന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര യോഗ ദിനവും അതുപോലെ തന്നെ വിശ്വ സംഗീത ദിനവുമാണ്. ദർശനങ്ങളിൽ ഒരു ദർശനമാണ് യോഗ ദർശനം. അതുപോലെ തന്നെ സംഗീതം